ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് മാർച്ച് മന്തിൻ്റേതാണ്. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും അവിചാരിതമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. എന്തൊക്കെയാണത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ 2 പൈലുകൾ വെച്ചിട്ടാണ് ഇന്ന് റീഡ് ചെയ്യുന്നത്. മാർച്ച് മന്ത് റീഡിംഗ് അല്ലേ, അപ്പോൾ നമുക്ക് പൈല് വെച്ചിട്ട് റീഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പൈൽ ഇതാണ്, സെക്കൻഡ് പൈൽ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ സെലക്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഷഫിൾ ചെയ്ത് കാർഡ്സ് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ഒറാക്കിൾ കാർഡ്സ് ഉണ്ട്, അതുപോലെ ഹയർ സെൽഫിൻ്റെ മെസ്സേജസ് ഉണ്ട്, അതുപോലെ മൂൺ കാർഡുണ്ട്. പിന്നീട് നമുക്ക് കുറച്ച് ഒറാക്കിൾ കാർഡ്സ്, അത്രയേ ഉള്ളൂ. മൂൺ കാർഡ്സ്, ഒറാക്കിൾ കാർഡ്സ്, പിന്നെ നമ്മൾ ഏഞ്ചൽ മെസ്സേജസ്, ഇത്രയുമാണ് നമ്മൾ ഷഫിൾ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടാരോ കാർഡ്സ് കൂടി റീഡ് ചെയ്തിട്ട് നമ്മളത് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഈ റീഡിങ് ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഇവിടെ 3 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് വാൻഡ്സ്, ദ ലവേഴ്സ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്, strength, eight of pentacles, three of pentacles, knight of cups, five of swords, page of cups, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. വളരെ നല്ല എനർജിയാണ്, കണ്ടില്ലേ? ഇവിടെ കപ്പ് എനർജി, കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിറഞ്ഞ സന്തോഷമാണ്. നിറഞ്ഞ സന്തോഷം. ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചതിലപ്പുറത്തേക്ക് മാറി ആ സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പുറത്തായിട്ടൊരു സന്തോഷം, വിചാരിച്ചതിലും അപ്പുറത്തായിട്ടൊരു സന്തോഷം എന്ന് പറയുമ്പോൾ എന്താണ്? അത് നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിച്ചിരിക്കുന്ന ആ സമയത്തും അല്ല, അവിചാരിതമായിട്ട് ചിലപ്പോൾ വന്നു ചേരുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളിലേക്ക് പിരിഞ്ഞു പോയ ആരെങ്കിലും പാർട്ട്ണറായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കപ്പിൾസിനിടയിലുള്ള തമ്മിലുള്ള പിണക്കം ഉണ്ടല്ലോ, അവർ നിങ്ങളിലേക്ക് ഒരിക്കലും വന്നു ചേരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചില ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി, അതുവഴി കുട്ടികളും ഒത്തുചേർന്ന് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പിന്നെ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? 3 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. വാൻഡ്സ് ഫയർ സൈൻ ആണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ നിങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാ വിധത്തിലുള്ള പരീക്ഷണങ്ങളും പഠനങ്ങളും എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് നിങ്ങൾ എന്തോ ഒരു അത്യാവശ്യകരമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഇവിടെ കാര്യത്തിന് വേണ്ടി നോക്കി നിൽക്കുന്ന എനർജിയാണ്. ഇത് വല്ലാത്തൊരു എനർജിയാണ്. കാരണം അത്യധികമായ ആകാംക്ഷയോടുകൂടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി കാര്യത്തിൽ ബിസിനസ് പരമായ എന്തെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും വ്യക്തി വരാനോ അല്ലെങ്കിൽ ഒരു സാഹചര്യം അടുത്ത് വരാനോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ എന്ത് കാര്യമായാലും നിങ്ങൾ അത്യാവശ്യമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ദൃഷ്ടി പതിപ്പിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു എനർജി നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതിവിടെ കാത്തു നിൽക്കുന്നുണ്ട്, നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നു, അതിനുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ചിലപ്പോൾ ചില വ്യക്തികളാവാം, അല്ല എങ്കിൽ ചില സാഹചര്യമാവാം. അപ്പോൾ അതെന്തായാലും ഇവിടെ വന്നു ചേരും. കാരണം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? നൈറ്റ് ഓഫ് വാൺസ് ആണ്. വാൺസ് ഫയർ സൈൻ കണ്ടില്ലേ? ഈ ഒരു ഫയർ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെയധികം ആവേശത്തോടുകൂടി എത്തിച്ചേരുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് അത്യധികം ആവേശത്തോടുകൂടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് എന്താണ്? ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇത് ലവേഴ്സ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ തമ്മിൽ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരും. ചിലപ്പോൾ സെപ്പറേഷനിലാവാം, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാം, എങ്ങനെയായാലും ശരി. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരാൻ നിങ്ങളുടെ മാര്യേജ് നടക്കുന്ന എനർജി ആവാം. എന്തായാലും ശരി, ഇത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ. അതുതന്നെയാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്. എന്താണ്? എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഈ ഒരു ആഗ്രഹം വന്നു ചേരും, വരാതിരിക്കില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് അത്യധികമായിട്ട് ആവേശം കൊണ്ട് നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഇവിടെ അത് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. മനസ്സിലായോ? ആ എത്തിച്ചേരുന്നതിനുള്ള ആവേശം എന്താണ്? വളരെ സ്പീഡിലാണ് അത് എത്തിച്ചേരുന്നത്. ഇവിടെയോ കണ്ടില്ലേ? ഇവിടെ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, കപ്പിൾസ് തമ്മിലുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ലവേഴ്സിലാരെങ്കിലും ആവാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ഏതൊരു തരത്തിലുള്ള ആത്മബന്ധമുള്ള സോൾ കണക്ഷനുള്ള ആരോ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെയോ 8 ഓഫ് വാൺസ് ആണ്. ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ, അതല്ല എങ്കിൽ യാത്രയെ കുറിക്കുന്നതാണ് ഇവിടെ. നിങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു യാത്ര, ഇവിടെ അവിചാരിതമായിട്ടൊരു യാത്ര നടക്കുന്നു എന്നുള്ളതാണ്. അത് എങ്ങനെയുള്ള യാത്രയാവാം? ഫ്ലൈറ്റ് യാത്രയാവാം, അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉദ്ദേശിച്ചുകൊണ്ട് അത് സാധ്യമാകാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടാവാം. ഇത് വളരെയധികം സ്പീഡിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? ഇവിടെ വാൺസ്, ഫയർ സൈൻ, ഏരിയസ്, ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ 3 കാർഡ്സിൽ വന്നിരിക്കുന്നത് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് തന്നെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ സ്ട്രെങ്ത് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ 8 ആണ് നമ്പർ, കണ്ടില്ലേ? ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ല ഒരു അനുഗ്രഹം വരുന്നുണ്ട്. ദൈവികമായ അനുഗ്രഹം, ഇൻഫിനിറ്റ് സിമ്പലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒത്തിരി കാലം കൊണ്ട് സാധ്യമാകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എനർജി തന്നെയാണ്. അപ്പോൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ഇത് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളിലേക്ക് ഇത് വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതുവരെയും കുറേ സ്നേഹം കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് എത്തിച്ചേർന്നിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ കുറേ നിങ്ങൾ ക്ഷമ പാലിച്ചിട്ടുണ്ടാവും പല കാര്യങ്ങൾ മുൻപേ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരാനുള്ള സമയം ഇപ്പോഴാണ് അതിന് സമയമായിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ തന്നെ മാർച്ച് മന്ത് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫുൾ മൂണിൻ്റെ എനർജി വരുന്നുണ്ട് അടുത്ത് തന്നെ, പിന്നീട് എന്താണ് ഹോളി വരുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഈ ഒരു മന്തിൽ ഒത്തിരി വിശേഷ ദിവസങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഈ ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും, ചേരാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഇവിടെ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ജോലി സംബന്ധമായ കാര്യം. പെൻറ്റക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ജോലിക്കാര്യമാവാം, അത് എത്രയും പെട്ടെന്ന് അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ ഒരു ജോലിക്കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ 3 ഓഫ് പെൻറ്റക്കിൾസ്, 2-3 പേർ ചേർന്നിട്ട് സാമ്പത്തികത്തിന് വേണ്ടി ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. മനസ്സിലായോ? നേരത്തെ തന്നെ നിങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ടിരുന്ന എനർജിയാണ്.
അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരാതിരിക്കില്ല. കാരണം ഇവിടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ, ഇവിടെ അത് തന്നെയാണ് കണ്ടില്ലേ, 8 ഓഫ് പെന്റക്കിൾസ്. ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ കൂടിച്ചേർന്നൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു തുടക്കം വെച്ചിട്ടുണ്ടാവാം. അതിലൂടെ നിങ്ങൾക്ക് അത്യുത്സാഹത്തോടുകൂടി നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഡേ ആൻഡ് നൈറ്റ് ഒത്തിരി പാടുപെട്ടിട്ടുണ്ടാവാം, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം, നേരത്തെ തന്നെ നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ ചില സമയമാകുമ്പോഴേക്ക് നിങ്ങളിലേക്ക് വന്നു ചേരാതിരിക്കില്ല. അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തികത്തിൻ്റെ എനർജി, മണി എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഉത്സാഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി അതിലൂടെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, നിങ്ങൾക്ക് ദൈവികമായ എനർജി നിങ്ങളിലേക്ക് വരാതിരിക്കില്ല. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ചിലപ്പോൾ ക്രിയേറ്റീവ് പവറുള്ള, നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളുടെ പ്രപ്പോസലായിരിക്കാം വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും തങ്ങളുടെ പാർട്ട്ണർ ഡാൻസ് അറിയാവുന്ന ആൾ, പാടാൻ കഴിവുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം, നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തി ആയിരിക്കണം, ദൈവ സ്നേഹമുള്ള വ്യക്തി ആയിരിക്കണം. ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതേപോലെ തന്നെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാം. മനസ്സിലായി? ഇതുപോലെ ചില ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാം. അത് ദൂരെ എവിടെ നിന്നെങ്കിലും ഒക്കെ ആവാം. അപ്പോൾ അത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇവിടെ നെഗറ്റീവ് അടിച്ച് നിൽക്കുകയാണ്. എന്തോ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും കള്ളം കേൾക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഒരു ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ടാവാം. കാരണം ഇവിടെ 5 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, ക്വേറിയസ് എനർജി. ഇവിടെ കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജിയിൽ 5 ഓഫ് സോഡിൻ്റെ എനർജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഇപ്പോൾ ആരോ കബളിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കബളിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം നിങ്ങളൊന്ന് നെഗറ്റീവായിരിക്കുന്നു. നിങ്ങളുടെ എനർജി മുഴുവനും നെഗറ്റീവായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ കബളിപ്പിച്ചവരെ നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്ത ഒരു അവസ്ഥ ഉണ്ടാവാം. പെട്ടെന്നായിരിക്കാം നിങ്ങളിലേക്ക് ആ ഒരു നെഗറ്റീവ് എനർജി കടന്നുകൂടിയത്. ചിലപ്പോൾ അനാവശ്യകരമായ ചില തലവേദന, അങ്ങനെ എന്തെങ്കിലുമുള്ള ചില അസുഖങ്ങൾ നിങ്ങൾക്ക് പിടിപെട്ടിട്ടുണ്ടാവാം. അതിലൂടെ നിങ്ങൾ മാനസികമായിട്ട് കുറച്ച് വിഷമം അനുഭവിക്കുന്ന ഒരു എനർജിയാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് മാനസികമായ സന്തോഷം തന്നിരുന്ന എന്തോ ഒന്ന് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന എനർജി, അത് നിങ്ങളിലേക്ക് തന്നെ ഒരു ചീറ്റിംഗ് എനർജിയായിട്ട് വന്നു ചേരാം എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജിക്ക് വളരെയധികം ഇവിടെ വ്യത്യാസം വരുന്നുണ്ട്. കാരണം അടുത്തതായിട്ട് പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ആരോ നിങ്ങളറിയാതെ പ്രണയിക്കുന്നുണ്ടാവാം. അത് ഇതുവരെ അവർ ഒളിച്ച് വെച്ചിരുന്ന ഒരു സത്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അത് തുറന്നു പറയണം എന്നവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തുറന്നു പറഞ്ഞ് നിങ്ങളോട് ആ ഒരു ആഗ്രഹത്തെപ്പറ്റി പറഞ്ഞിട്ട് സന്തോഷിക്കാൻ നിങ്ങൾ കഴിയുന്നു എന്നുള്ളതാണ്. നിങ്ങളോട് ഒത്തുചേർന്ന് സന്തോഷിക്കാൻ കഴിയുന്നു എന്നും ഇവിടെ വേണമെങ്കിൽ പറയാവുന്നതാണ്. ഒരുപാട് സ്വപ്നങ്ങളാണ്, ഭാവിയെ പറ്റിയുള്ള സ്വപ്നങ്ങൾ ഒരുപാട് കാണുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് റീഡിങ്. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 1 അല്ലേ? അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് ധാരാളമായി വരുന്നുണ്ട്. കണ്ടില്ലേ, ദൈവാനുഗ്രഹം ധാരാളമായിട്ട് വരുന്ന എനർജിയാണ്. ഇവിടെ പറഞ്ഞില്ലേ, നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ, 3 ഓഫ് വാൺസിൻ്റെ എനർജി, ദ ലവേഴ്സിൻ്റെ എനർജിയിൽ കൂടുതലായിട്ട് സ്ട്രെങ്ത് വന്നിരിക്കുന്നു. കണ്ടില്ലേ, ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് ധാരാളമായി ദൈവികമായ അനുഗ്രഹം വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ എന്താണ്, നിങ്ങൾക്ക് സ്ട്രെങ്ത് കൂടുതലായിട്ടുണ്ടാകുന്നു. മെൻ്റലി സ്ട്രെങ്ത് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന എനർജിയാണ്. അത് നിങ്ങൾക്ക് കയ്യിൽ വരാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെങ്ത് നിമിത്തം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ വണ്ടേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിശയങ്ങൾ സംഭവിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ അതിശയങ്ങൾ സംഭവിക്കും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ തേടച്ചക്രയുടെ ആക്ടിവേഷൻ ആണ് പർപ്പിൾ കളർ, കണ്ടില്ലേ? ഈ ഒരു ആക്ടിവേഷൻ കൊണ്ട്, തേടച്ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉൾക്കാഴ്ച വർദ്ധിക്കുന്നുണ്ട്. ഈ ഉൾക്കാഴ്ചയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവിചാരിതമായിട്ട് സംഭവിക്കുന്നതായിരിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത്. പണ്ടെങ്ങോ നിങ്ങൾ സ്വപ്നം കണ്ടതായിരിക്കും ചില കാര്യങ്ങൾ, മനസ്സിലായോ? അങ്ങനെയാണ് സ്പിരിച്വൽ പാത്തിലൂടെ നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾ പണ്ടെങ്ങോ സ്വപ്നം കണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ വന്നു ചേരും, ചേരാതിരിക്കില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ ആ ഒരു കാര്യം കാണിച്ചിരുന്നത്, മനസ്സിലായോ? സ്പിരിച്വൽ പാത്തിലൂടെ വരുമ്പോഴാണ് നിങ്ങൾക്കത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ആഗ്രഹിച്ച കാര്യം വന്നു ചേരുന്നതാണ് എന്നിവിടെ മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളാണ് വരുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് അവസരങ്ങൾ, വണ്ടേഴ്സ്, അതിശയങ്ങൾ സംഭവിക്കുന്നു. ബ്ലെസ്സിങ്സ്, ദൈവാനുഗ്രഹം ഒക്കെ നിങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ്, നിങ്ങളിലേക്ക് അവസരങ്ങൾ കൂടെ വരും. അവസരങ്ങൾ എന്തിനുള്ളതാണ്? ഇവിടെ മണി ഏൺ ചെയ്യാനുള്ള അവസരങ്ങൾ, അതല്ല എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള അവസരം, മനസ്സിലായോ? ജീവിതത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ള അവസരം വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അവസരം, അത് ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങളാവാം. ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ട്, അതിലൂടെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാനുള്ള ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അതാണ് ഇവിടെ കാണുന്നത്, മനസ്സിലായോ? ഇനി നമുക്ക് മൂൺ കാർഡ്സ് ആണ്. ഇറ്റ് ഈസ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി, കണ്ടില്ലേ? ഫുൾ മൂൺ ഇൻ സ്കോർപ്പിയോ. അപ്പോൾ ഇനി വരുന്നത് എന്താണ്? ഫുൾ മൂണിൻ്റെ വരവല്ലേ? അപ്പോൾ ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന എന്താണ്? ഇത് നിങ്ങളുടെ നെഗറ്റിവിറ്റിയെ റിലീസ് ചെയ്യാനുള്ള സമയമാണ് എന്നാണ് പറയുന്നത്, കണ്ടില്ലേ? നിങ്ങളിൽ തന്നെ നെഗറ്റിവിറ്റി ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ നിങ്ങളിൽ ആരോ ഒന്ന് നെഗറ്റീവായിരിക്കുന്നു. പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടാത്ത, മനസമാധാനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കഴിഞ്ഞുകൂടുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കബളിപ്പിച്ചു എന്നുള്ള തോന്നലിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള ചില എനർജീസ് നിങ്ങളിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്കിവിടെ മാറ്റിയെടുക്കാൻ സമയമായിരിക്കുന്നു. അത് നിങ്ങളിൽ നിന്നും വിട്ടുപോകാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, മനസ്സിലായോ? അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ദ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ്. ഇവിടെ ടഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ജീവിതത്തിൽ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അവസാനിക്കാറായിട്ടുണ്ട്, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകാറായിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഫുൾ മൂൺ ഇൻ കാപ്രിക്കോൺ. അപ്പോൾ ഇവിടെ ഫുൾ മൂണിൻ്റെ വരവോടുകൂടി നിങ്ങൾക്ക് ഈ ചില സാഹചര്യങ്ങൾ, എത്രയും ബുദ്ധിമുട്ടിക്കഴിഞ്ഞിരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ്, കണ്ടില്ലേ? ന്യൂ മൂൺ ഇൻ കാപ്രിക്കോൺ. അതാണ് പറയുന്നത്. ഇവിടെ എന്താണ്? നിങ്ങളിപ്പോൾ ഹാർഡ് വർക്ക് ഞാനിപ്പോൾ പലതവണ പറഞ്ഞ കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള, നിങ്ങൾ എഫേർട്സ് എടുത്തിട്ടുള്ള പല കാര്യങ്ങൾക്കും എന്താണ് ഇവിടെ അവസാനമായി അത് നിങ്ങൾക്ക് പ്രയോജനത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതിന് നിങ്ങൾക്കൊരു പ്രയോജനം കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരാറായിട്ടുണ്ട്. നിങ്ങളിവിടെ പ്രയാസപ്പെട്ടിരുന്ന, നിങ്ങളിവിടെ വളരെ ബുദ്ധിമുട്ടി ജോലി ചെയ്തിരുന്നു എങ്കിൽ, പ്രയത്നിച്ചിരുന്നു എങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നിങ്ങളിവിടെ പ്രയത്നിച്ചിരുന്നു എങ്കിൽ അതിനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു, അതിൻ്റെ സക്സസ്സിനായിട്ടുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഫുൾ മൂൺ എനർജിയാണ്, മൂണോളജിയാണിത്. ഇവിടെ നിങ്ങൾക്ക് ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജാണ്. ദ ടൈം ഈസ് റൈറ്റ്, സീസ് ദ ഡേ ആൻഡ് മേക്ക് പ്രോഗ്രസ് ഓൺ യുവർ സോൾ പാത്ത്, കണ്ടല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങളുടെ സമയം എന്താണ്?
കറക്റ്റ് ടൈമാണ് നിങ്ങൾക്ക് നല്ല ഒരു സമയമാണ് വരാൻ പോകുന്നത്. ദിവസം മുഴുവനും അതിൽ നിങ്ങൾ മുഴുകിയിരിക്കുക. നല്ല സമയത്തിലേക്ക്, നല്ല സമയം വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും ഇപ്പോൾ, അല്ലേ? അപ്പോൾ ആ ഒരു സമയത്തിൽ നിങ്ങളിവിടെ മുഴുകിയിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കുക, നിങ്ങളുടെ സോൾ പാത്തിന്, നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വയ്ക്കുക, അതിൽ മുഴുകുക. നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഹാപ്പിനെസ് ആണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദിവസം മുഴുവൻ ഹാപ്പിനെസ്സിൽ മുഴുകിയിരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. സന്തോഷത്തിലേക്ക്. ഇവിടെ 11 എന്നുള്ള നമ്പറാണ്, കണ്ടില്ലേ? നിങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള നമ്പർ കാണുന്നുണ്ടാവും. ദ ടൈം ഫോർ റൊമാൻസ് ഹാസ് കം. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് റൊമാൻസ് വരാനുള്ള സമയമായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അതാണ് ഇവിടെ പറയുന്നത്. സീ ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എ റേഡിയൻറ്റ് ലൈഫ്. ഇതിനുള്ള അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. എന്താ? റൊമാൻസിനുള്ള സമയം, നല്ല ഒരു പ്രണയ ജീവിതത്തിലേക്ക് പോകാനുള്ള സമയം നിങ്ങൾക്ക് അടുത്തു വരുന്നു. കാരണം എന്താണ്? നിങ്ങൾക്കൊരു നല്ല സമയം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യം നിറഞ്ഞ ഒരു സമയമാണ് വരാൻ പോകുന്നത്. അതുവഴി നിങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തിൻ്റെതായ സമയം വരുന്നുണ്ട്. ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത്രമാത്രം വളരെ പോസിറ്റീവായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയോ യു ആർ യൂണിക്, ബി ബ്രേവ്, ലിറ്റിൽ ക്രേസി, ബട്ട് ബി യുവർ സെൽഫ്. എന്തായാലും നിങ്ങൾ നിങ്ങളാവണം. നിങ്ങൾക്ക് ഇവിടെ കുറച്ചൊക്കെ ഭ്രാന്താവാം. എങ്ങനെയാണ്? നിങ്ങൾ അതുല്യരാണ്. നിങ്ങൾക്ക് സമം നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെ കവിഞ്ഞ് മറ്റൊരാളാവില്ല നിങ്ങൾ. മനസ്സിലായോ? നിങ്ങളിലുള്ള കഴിവുകളുണ്ട്. അപ്പോൾ ഈ ഒരു കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ മാത്രം മതി. ഇതുപോലെ കഴിവ്, നിങ്ങളിലുള്ള കഴിവ് മറ്റൊരാളിനും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്താണ്? അതുല്യരാണ്. നിങ്ങൾക്ക് തുല്യമായി നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരു ആളില്ല. കുറച്ചൊക്കെ ഒന്ന് ക്രേസിയാവാം, അതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളായി തന്നെ തുടരണം, അതാണ് ഇവിടെ പറയുന്നത്. ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജസ് ആണിത്. നമുക്ക് ഇനി ഏഞ്ചൽസ് പറയുന്നത് എന്താണെന്ന് നോക്കാം. വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്. യെസ്, കണ്ടില്ല? യെസ്, എന്താണ്? ശരിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം. യെസ്, ശരി തന്നെയാണ്. അപ്പോൾ ഏഞ്ചൽസ് നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഏഞ്ചൽസിൻ്റെ മെസ്സേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏഞ്ചൽസ് ഹയർ സെൽഫുമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്യുവറായിട്ടുള്ള കണക്ഷനാണ്. പ്യുവർ സോളാണ് ഏഞ്ചൽസിൻ്റേത്. അപ്പോൾ ഏഞ്ചൽസിൻ്റേത് പ്യുവർ സോളാണ്. നമ്മളുടെ ഒന്നും അത്രമാത്രം പ്യുവറൊന്നും ആയിട്ടില്ല. അപ്പോൾ ഏഞ്ചൽസിൻ്റെ സോള് പ്യുവർ ആയതുകൊണ്ട് ഇവർക്ക് ഹയർ സെൽഫുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവാൻ കഴിയും. അങ്ങനെ അവിടെ നിന്നുള്ള മെസ്സേജസ് ആണ് ഇവർ പാസ് ചെയ്യുന്നത്, ഏഞ്ചൽസ് പാസ് ചെയ്യുന്നത്. ഏഞ്ചൽസ് പറയുന്നത് യെസ്, ശരി തന്നെയാണ്, ഇത് സത്യമാണ്, ഇത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ യെസ് എന്നാണ് പറയുന്നത്. ബി അസർട്ടീവ്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ്? ശുഭാപ്തി വിശ്വാസമുള്ളവരായിത്തീരും. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ശുഭാപ്തി വിശ്വാസമുള്ളവരായിത്തീരൂ. അപ്പോൾ ശുഭാപ്തി വിശ്വാസമുണ്ടെങ്കിൽ കോൺഫിഡൻസ് ആയിരിക്കണം, അസർട്ടീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കൂ. നിങ്ങൾക്ക് മുന്നോട്ട് ധൈര്യമായിട്ട് ജീവിക്കണമെങ്കിൽ എന്താണ് അത്യാവശ്യം? ആത്മവിശ്വാസമാണ്, അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസവുമാണ്. നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കും എന്നുള്ള ആ ഒരു വിശ്വാസം, നിങ്ങളുടെ സോളിലുള്ള വിശ്വാസം, സോളിനെ അറിയാനുള്ള കഴിവ്, അതിലുള്ള വിശ്വാസം, അതിൻ്റെ ഒരു വഴിയേ കൂടെ പോവുക മുന്നോട്ട്. ഇതൊക്കെ അത്യാവശ്യകരമായ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരായി തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന എന്താണ്? വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അടുത്ത കുറച്ച് ആഴ്ചകൾക്കകം തന്നെ സാധിച്ചു കിട്ടുന്നതാണ്, അല്ലെങ്കിൽ സാധ്യമാകുന്നതാണ് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അതുപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ഇരുന്നോട്ടെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് പൈൽ മാത്രമല്ല കാണുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് പൈൽ കൂടി കാണണം എന്ന് തോന്നിയാൽ അതുകൂടി കാണാവുന്നതാണ്.
ഇവിടെ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും നമുക്ക് മൈൻഡ് എപ്പോഴും അത് വേണം ഇത് വേണം എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അതും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കാണാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് മാച്ചാവുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് 9 ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. വളരെ സന്തോഷത്തിൻ്റെതായ എനർജിയാണ്. 4 ഓഫ് കപ്സിൻ്റെ എനർജി, ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജി, 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി, 10 ഓഫ് കപ്സിൻ്റെ എനർജി, ഹെറഫൻ്റെ എനർജി, 8 ഓഫ് സോഡിൻ്റെ എനർജി, 8 ഓഫ് കപ്സിൻ്റെ എനർജി, ടവർ മൊമെൻറ്റ് വന്നിരിക്കുന്നു, 2 ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് വാൻസ് ആണ്. ഇവിടെ നിങ്ങൾ എന്തോ കാത്തിരിക്കുന്നു, അധികമായ ആകാംക്ഷയോടുകൂടി നിങ്ങൾ എന്തോ ഇവിടെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയാവാം, അല്ലെങ്കിൽ മറ്റ് ചില ദൂരയാത്രകൾക്ക് വേണ്ടിയാവാം. അതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരുക്കി വച്ചിട്ട്, മനസ്സിലായി, ഒരുക്കി വച്ചിട്ട് നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടിലായിരിക്കാം പലരും. നമുക്ക് വാൺസ് ഫയർ സൈനാണ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ് എനർജി. ഇവിടെ 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി. അപ്പോൾ ഇവിടെ എന്താണ്, 9 ഓഫ് കപ്സ് ആണ്, സഫലതയാണ്. ചിലരുടെ വിവാഹം നടക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെൻറ്റ്സ് വാങ്ങിക്കാനുള്ള സാധ്യത, ചിലപ്പോൾ വാഹനമായി വീടായി അങ്ങനെ സന്തോഷത്തിന് വേണ്ടിയുള്ള ചില സാധനങ്ങൾ വാങ്ങിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ടാവും. നിങ്ങൾ നേരത്തെ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കണമെന്ന്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ നേരത്തെ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതൊന്നും സാധിച്ചിരുന്നില്ല, സാധ്യമായിരുന്നില്ല. അതിപ്പോഴാണ് അതിനുള്ള ഒരു സമയം വന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് സന്തോഷമാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ കുറച്ച് നിരാശ അനുഭവിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി. അപ്പോൾ 4 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ എന്ത് കിട്ടിയാലും ഒരു സമാധാനം, സന്തോഷമില്ലായ്മയാണ് ഇവിടെ കാണുന്നത്. എന്ത് കിട്ടിയാലും സന്തോഷമില്ല, ഞാൻ ആഗ്രഹിച്ചത് തന്നെ എനിക്ക് വരണം, അങ്ങനെ കുറേ കാലം കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടാവും. ഡിവൈൻ തന്നെ ഒരു ഗിഫ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്, എന്നാൽ അത് ശ്രദ്ധിച്ച് നോക്കുന്ന പോലുമില്ല. അത്തരത്തിലുള്ള എനർജി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ജോലിക്കാര്യത്തിനാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പിരിഞ്ഞുപോയ പാർട്ട്ണർ വരാൻ വേണ്ടി ഉള്ള എനർജി ആവാം. അത് ഒരുപാട് സങ്കടം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സങ്കടം എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നിരാശയാണ്. ഒരുപാട് ആശിച്ചത് കിട്ടിയില്ല അവിടെ, അതുകൊണ്ടാണ് നിരാശ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ആശയമുള്ളിടത്തല്ലേ നിരാശ വരൂ. അപ്പോൾ ഈ ആശിച്ചത് കിട്ടുന്നില്ല, അതുകൊണ്ട് ആശിച്ചതിന് വേണ്ടി നോക്കിയിരുന്ന് നിരാശ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ഇവിടെ ചില ആൾക്കാർ കടന്നു പോകുന്നത്. അതെന്തായാലും ശരി, നിങ്ങളിലേക്ക് വന്നു ചേരും. ക്യൂന് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ ഈ ഒരു സോഡിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്ന എനർജിയാണ്, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻറ്റ് തരുന്ന എനർജിയാണ്, നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന എനർജിയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഫ്രീഡം കിട്ടുന്ന എനർജി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ സന്തോഷമുണ്ട്, ഇവിടെ കുറച്ച് നിരാശ. അപ്പോൾ ഇവിടുത്തെ ഈ നിരാശയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള കഴിവുണ്ടാകുന്നു. അതാണ് പറയുന്നത്. അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് ദൈവം തന്നെ അനുഗ്രഹിക്കുന്നതാണ് നിങ്ങളെ. അപ്പോൾ നിങ്ങളിവിടെ നിന്നും മാറിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ തിരിച്ചറിവുണ്ടാവും. അങ്ങനെ തിരിച്ചറിവുണ്ടായിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ വേണ്ടത് അത് സാധ്യമാക്കാനുള്ള എനർജിയിലേക്ക് നിങ്ങളിവിടെ നീങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്നത്. ആ കോൺഫിഡൻറ്റിലൂടെയാണ് നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്നത്. മനസ്സിലായോ? സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ്, ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഫ്രീഡം കിട്ടുക, ഇൻഡിപെൻഡൻ്റ് ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് സന്തോഷത്തിലേക്കുള്ള യാത്രയാണ്.
ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചില ജോലിക്കാര്യത്തിലാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സാമ്പത്തിക കാര്യങ്ങളിലേക്ക്, മനസ്സിലായി, അങ്ങനെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് മറ്റുള്ളവരുടെ അടിമയായി കഴിയേണ്ട അവസ്ഥയിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നത്. ഒന്നുമില്ല, സാമ്പത്തികമില്ല, അല്ലെങ്കിൽ മറ്റു കഴിവുകളൊന്നുമില്ല എങ്കിൽ എന്താണ്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് വേണം ജീവിക്കാൻ. സാമ്പത്തികമുണ്ട്, നിങ്ങൾ ഫ്രീഡം അനുഭവിക്കുന്ന, നിങ്ങൾ ഇൻഡിപെൻഡൻ്റായ ഒരു വ്യക്തിയാണ് എങ്കിൽ എന്ത് വേണ്ട, മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട ഗതികേട് വരില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുക. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ നിങ്ങൾ നേരത്തെ തന്നെ എന്തിനോ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം, നേരത്തെ തന്നെ എന്തിനോ നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ സാമ്പത്തികം കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതിന് നോക്കിയിരിക്കുകയാണ്, അതിപ്പോൾ ലഭിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. പക്ഷേ അത് ലഭിക്കാൻ വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു. ഹാർഡ് വർക്ക് ഉള്ളതാണ് പല കാര്യങ്ങളിലും. എന്തെങ്കിലും ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാവാം, അത് ലഭിക്കുമെന്നുള്ള നോട്ടത്തിലാണ് ഇപ്പോഴും. അതിനായിട്ട് നിങ്ങൾ സാമ്പത്തികം ചെലവഴിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രതിഫലം ലഭിച്ചിട്ടില്ല. അത് നിങ്ങൾ നോക്കിയിരിക്കാം. എന്തായാലും ഒരുപാട് കാലം കൊണ്ടേയുള്ള ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ഇവിടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി, ആഗ്രഹങ്ങളുടെ സഫലതയ്ക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇവിടെ 10 ഓഫ് കപ്സ് ആണ്, നിറഞ്ഞ സ്നേഹം വരുന്നുണ്ട്. ഇവിടെ പിരിഞ്ഞുപോയ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു, കുടുംബസഹിതം, ചില കുട്ടികൾ ആയിട്ടുള്ള അകൽച്ച വന്നിട്ടുണ്ടായിരിക്കും, ചില ഡിവോഴ്സ് കേസുകളിലൊക്കെ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അവിടെ കുട്ടികളെ നിങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ചില സാഹചര്യം ഉണ്ടാവാം. പക്ഷേ ഇവിടെ എന്താണ്, കുട്ടികളും നിങ്ങളുടെ പാർട്ട്ണറും ഒത്തുചേർന്ന് നല്ല ഒരു സന്തോഷകരമായ ലൈഫിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായിട്ട് പലവിധ തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾ മോചനം നേടുന്നു. അങ്ങനെ മോചനം നേടി നിങ്ങളിവിടെ ഒത്തൊരുമിച്ചൊരു കുടുംബസഹിതം വളരെയധികം വർണ്ണശബളമായ നല്ല സന്തോഷം നിറഞ്ഞ ഹാപ്പിനെസ്സിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ചിലപ്പോൾ സോൾമേറ്റ് കണക്ഷനുള്ള, ട്വിൻ ഫ്ലെയിം കണക്ഷനുള്ള ആൾക്കാരുടെ എനർജി ഒരുപാടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇവിടെ കണ്ടില്ല, ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നിരിക്കുന്ന, ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ്. അപ്പോൾ ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ, അവിടെ ഇതുപോലെ തന്നെ 2 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്, കണ്ടില്ലേ. ഇവിടെ ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ 8 ഓഫ് സോഡ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോഴും ചില ബന്ധനത്തിലാണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാവരുടെയും കാര്യമല്ല, മനസ്സിലായോ, എല്ലാവരും അങ്ങനെ ഒരു ബന്ധനത്തിലാണ്ടിരിക്കുകയല്ല. എത്രയോ പേർ സന്തോഷമായി ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ചില ആൾക്കാർ മനസ്സിലായോ. അപ്പോൾ ഇത്തരത്തിലൊരു ബന്ധനത്തിലാണ് എന്ന് കാണുന്നുണ്ട്. 8 ഓഫ് സോഡിൻ്റെ ബന്ധനം എന്ന് പറയുമ്പോഴെന്താണ്, ഇവിടെ മറ്റുള്ളവർ ബന്ധിപ്പിച്ച് വെച്ചിരിക്കുകയാണ് നിങ്ങളെ. നിങ്ങൾ എന്തിനോ അല്ലെങ്കിൽ അഡിക്റ്റ് ആയിട്ടുണ്ടാവാം, അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ചില സ്നേഹബന്ധങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ടാവാം. അങ്ങോട്ടേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് അത് ടോക്സിക് ആണെന്ന്. പിന്നീട് അതിൽ നിന്നും മോചനം നേടി, അല്ലെങ്കിൽ പിന്നീട് അതിൽ നിന്നും പുറത്തു കടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്, മനസ്സിലായോ. അപ്പോൾ ഇവിടെ മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേട്, അതല്ല എങ്കിൽ ഇന്ന് സ്നേഹബന്ധത്തിലല്ല എങ്കിൽ പോലും ചില വീടുകളിൽ തന്നെയും മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട്, സ്വയം സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് എന്ന് കാണുന്നു. സ്വന്തം അഭിപ്രായങ്ങൾക്ക് വിലയില്ല, മനസ്സിലായോ. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് സ്വന്തം പ്രവൃത്തിക്ക് വിലയില്ലാതാവുന്നു. അപ്പോൾ വാക്കുകൾക്കും വിലയില്ല, പ്രവൃത്തിക്ക് മറ്റുള്ളവർ വില തരുന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ആകെപ്പാടെ ഒരു ബന്ധനത്തിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹമുണ്ടൊന്ന് ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചാൽ തന്നെ ചില നെഗറ്റീവ് എനർജീസ് നിങ്ങളെ വീണ്ടും പിന്നിലേക്ക് വലിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇവിടെ ടവർ മൊമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും ഒരുപാട് നാശനഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ നിന്നെല്ലാം നിങ്ങൾ റിക്കവറായി. അവിടെ നിങ്ങൾക്ക് കുറച്ച് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയുണ്ട്. അതാണ് നിങ്ങളിലേക്ക് ഇനി ഉടനെ വരാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് വിചാരിച്ചിരിക്കാത്ത സമയത്ത് നിങ്ങളിലേക്ക് അത് വന്നു ചേരും. ഈ ഒരു മാസം ചില കാര്യങ്ങൾ
വന്നു ചേരും. ചിലർക്ക് ചില കാര്യങ്ങൾ ചില സമയത്ത് വിചാരിച്ചിരിക്കാതെ തന്നെ വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ കാരണം ഇവിടെ ഹെറോഫൻറ്റിൻ്റെ എനർജി ഉണ്ട്, കണ്ടില്ലേ? ഒരുപാട് സ്പിരിച്വൽ പാത്തിലൂടെ പോയിട്ടുണ്ട് നിങ്ങൾ. ചിലപ്പോൾ ജീവിതത്തിൽ ഒരു ടവർ മൊമെൻറ്റ് വന്നിട്ടായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ 8 ഓഫ് സോഡിൻ്റെ അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങൾ പുറത്തേക്ക് വന്ന് ഹെറോഫൻറ്റിൻ്റെ എനർജിയിലേക്ക് വന്നത്. കാരണം ഇവിടെ എന്താണ്? സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന എനർജിയാണ്. സ്പിരിച്വൽ പാത്തിലൂടെ വന്ന എനർജിയാണിത്. സ്പിരിച്വൽ പാത്തിലൂടെ വന്ന സോളിനെ അറിയാനുള്ള കഴിവ്, പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ്, ചില സത്യാവസ്ഥകൾ അറിയാനുള്ള കഴിവ് വന്നു കഴിയുമ്പോഴെന്താണ് ഇവിടെ മറ്റ് നെഗറ്റീവായിട്ടുള്ള എനർജിയെ എല്ലാം നിങ്ങൾക്ക് പുറന്തള്ളാൻ കഴിയുന്നു, അല്ലെങ്കിൽ പിന്നോട്ടടിക്കാൻ കഴിയുന്നു. നിങ്ങളിൽ നിന്നും അത് മാറ്റിവെക്കാൻ കഴിയുന്നു. നിങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പോസിറ്റീവ് എനർജി മാത്രമാണ്. അതിലൂടെയാണ് മാനസികമായ ആനന്ദം, സന്തോഷം ഒക്കെ ലഭിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് സ്വയം ഒരു കഴിവ് വരുന്നുണ്ട്. ചില മംഗളകരമായ കാര്യങ്ങളിലേക്ക് തള്ളിവിടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇവിടെ ഇത് റീയൂണിയന് സാധ്യതയുണ്ട്, ഇവിടെ മാര്യേജിന് സാധ്യതയുണ്ട്. അത്തരമൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പലരും അത് നോക്കിയിരിക്കുന്നുവെങ്കിൽ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്, ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ, കണ്ടില്ലേ? മറ്റുള്ളവരോട് ഒരുപാട് സ്നേഹം, സെൽഫ് ലവ് ചെയ്യുകയാണ്, സറണ്ടറിങ് നടത്തി. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്തു. എല്ലാ കാര്യങ്ങളും, എൻ്റെ എല്ലാ തെറ്റുകളും പൊറുക്കുക. മനസ്സിലായി? ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ കർമ്മങ്ങളും, എനിക്ക് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനി യൂണിവേഴ്സിലേക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. എനിക്കിനി ഇതൊന്നും, ഈ ഭാരമേറിയ ജീവിതം താങ്ങി നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അത് അവിടെ കംപ്ലീറ്റ് ആയിട്ടും യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ, മനസ്സിലായോ? അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ആക്ടിവേഷൻ വരുമ്പോൾ തന്നെയും എന്താണ്? നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും, സ്വതേ തന്നെ നിങ്ങൾക്കത് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? ഈ ഒരു അവസ്ഥ വരും. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളവർ നിങ്ങളിലേക്ക് വന്നു ചേരും. കണ്ടോ? അതാണ് ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജി. ഇവിടെ എന്താണ്? നിങ്ങൾ ഒന്ന് ചേർന്ന്, പാർട്ട്ണർഷിപ്പ് ചേർന്ന് നല്ലൊരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇത്. നിങ്ങൾക്ക് മറ്റേതൊരു കാര്യത്തിലായാലും കൂട്ടുചേർന്ന് പോകാൻ പറ്റും. അഭിപ്രായ വ്യത്യാസമില്ലാതെ പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് പരസ്പരം നിങ്ങൾ ഒരാൾ പറയുന്ന കാര്യം മറ്റൊരാൾ അംഗീകരിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രശ്നങ്ങളില്ലല്ലോ. അപ്പോൾ അങ്ങനെ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അല്ല എങ്കിൽ ജീവിതത്തിലായാലും റിലേഷൻഷിപ്പിലായാലും ഒത്തുചേർന്ന് നല്ല ഒരു ജീവിതത്തിലേക്ക് ഇവിടെ പോകാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് യോജിച്ച പാർട്ട്ണർ തന്നെ നിങ്ങളോടൊപ്പം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഹാപ്പിനെസ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ ഇതേ എനർജിയാണ്, 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, കണ്ടില്ലേ? ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജി, ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ എനർജി, കണ്ടില്ലേ? ഇതെല്ലാമാണ് ഇവിടെ ഹാപ്പിനെസ്. നിങ്ങളോട് ചേരാനുള്ളവർ നിങ്ങളോട് വരും, വരാതിരിക്കില്ല. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, നിങ്ങളോട് ചേരാനുള്ളവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെയോ കണ്ടില്ലേ? ഇവിടെയാണ് ഹാപ്പിനെസ് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരുപാട് ഹാപ്പിനെസ് അനുഭവിക്കുന്നതായിട്ടാണ് എനർജി വന്നിരിക്കുന്നത്. 9 ഓഫ് കപ്സ് സഫലത അനുഭവിക്കുന്നു, കണ്ടില്ലേ? സന്തോഷത്തിൻ്റെതായിട്ടുള്ള എനർജിയാണ് ഇവിടെ. അതുപോലെ ഹാപ്പിനെസ് അനുഭവിക്കുന്നു. നിങ്ങൾക്ക് വന്നു ചേരാനുള്ള ആൾക്കാർ നിങ്ങളോടൊപ്പം തന്നെ വരുന്നു, ഒന്നിച്ചൊരു ലൈഫിലേക്ക് പോകുന്നു, സന്തോഷത്തിലേക്ക് പോകുന്നു, സന്തോഷം അനുഭവിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതല്ല എങ്കിൽ ഇനി ജീവിതമല്ല, റിലേഷൻഷിപ്പ് അല്ല, ഇനി മറ്റെന്ത് കാര്യമായാലും മറ്റേതൊരു സാഹചര്യമായാലും നിങ്ങൾക്ക് ഈ ഒരു എനർജിയാണ് വരുന്നത് എന്ന് വിചാരിക്കാം എന്ന് പറയാം നമുക്കിവിടെ. ഇവിടെ പ്രൊട്ടക്ഷനാണ്, കണ്ടില്ലേ? നിങ്ങൾ ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ്, കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, സംരക്ഷണം വരുന്നുണ്ട്. ആരുടെ സംരക്ഷണമാണ്? യൂണിവേഴ്സിൻ്റെ സംരക്ഷണം, കണ്ടില്ലേ? പ്രപഞ്ചം, പ്രകൃതി എങ്ങനെയിരുന്നോ അതൊന്നും സാരമില്ല, പക്ഷെ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതാണിവിടെ. നിങ്ങൾക്ക് സമയത്തിന് തന്നെ എത്ര വലിയ പേമാരി വന്നാലും കൊടുങ്കാറ്റ് വന്നാലും ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിന് ഇവിടെ ഒരു സംരക്ഷണം ലഭിച്ചിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ ചിലപ്പോൾ സ്പിരിച്വൽ പാത്തിലൂടെ പോയിട്ടുള്ള ആൾക്കാരായിരിക്കണം, മനസ്സിലായോ? അത് നിങ്ങളുടെ ഒരു സമയത്തിന് വ്യത്യാസം വന്നിട്ടുണ്ടാവാം. അതാണ് നിങ്ങൾക്ക് ഇത്രമാത്രം പ്രൊട്ടക്ഷൻ ഇവിടെ ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഹാപ്പിനെസ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
അടുത്തതായിട്ട് ഫൊർഗീവ്നെസ്. കണ്ടില്ലേ, ഇവിടെ ഫൊർഗീവ്നെസ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എങ്കിൽ പരസ്പരം ഇവിടെ ക്ഷമ പറയാം, മാപ്പപേക്ഷിക്കാം. രണ്ടുപേരും കൂടെ തമ്മിൽ ഇവിടെ പിരിഞ്ഞു, വഴക്കിട്ട് പിരിഞ്ഞു, വീണ്ടും കൂടിച്ചേരുകയാണ്. പരസ്പരം മാപ്പ് അപേക്ഷിക്കാം, ചെയ്തു പോയ തെറ്റിനുള്ള മാപ്പ് അപേക്ഷിക്കാം. മനസ്സിലായി? അങ്ങനെ വീണ്ടും വന്ന് പുതിയ ഒരു ജന്മത്തിലേക്ക് നിങ്ങൾ വീണ്ടും ഇവിടെ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് മാപ്പപേക്ഷ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നിങ്ങളുടെ കർമ്മ ഏറ്റവും അത്യുച്ചത്തിലായാൽ പോലും അതിന് വളരെ 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 കുറവ് ലഭിക്കുന്നതാണ്. അങ്ങനെ കർമ്മ നിങ്ങളിൽ നിന്ന് റിലീസാവുമ്പോഴാണ് നിങ്ങളിലേക്ക് സന്തോഷം അനുഭവിക്കാനുള്ള സമയം അടുത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണർ പിരിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ പരസ്പരം കൂടി ചേർന്ന് നിങ്ങൾ മാപ്പപേക്ഷ നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം തന്നെ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിഷമം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിനോടായിട്ട് ഫൊർഗീവ്നെസ് ചെയ്യേണ്ടതാണ്, നടത്തേണ്ടതാണ്. ദിവസവും രാവിലെ 11 തവണ, ഉച്ചയ്ക്ക് 11, വൈകിട്ട് 11 തവണ വീതം യൂണിവേഴ്സിനോട് ഫൊർഗീവ്നെസ് നടത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ പിരിഞ്ഞു പോയിട്ടുള്ള പാർട്ട്ണർ ആയാൽ പോലും അവരോടും ഇതുതന്നെയാണ്, പരസ്പരം പറയണം. നല്ലൊരു സന്തോഷം നിറഞ്ഞ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും, ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അതാണ് പറയുന്നത്. ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് റിക്വയർഡ്. കണ്ടില്ലേ, ഇവിടെ തേർഡ് ക്വാർട്ടർ മൂണാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫുൾ മൂണിലേക്കുള്ള വരവാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എന്താണ്? അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമാണെന്ന് ഇവിടെ നമ്മൾ പറഞ്ഞു, ഫൊർഗീവ്നെസ് പറയൂ എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ഏതൊരു കാര്യത്തിന് എന്താണ്? അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവണം. അതാണ് പറയുന്നത്. ഒത്തൊരുമിച്ച് പോകാനുള്ള ആ ഒരു മനസ്ഥിതി കൊണ്ടുവരണം, ആ ഒരു ധൈര്യം നിങ്ങൾ കൊണ്ടുവരണം, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണം. എന്നാൽ മാത്രമേ സന്തോഷത്തിലേക്ക് നീങ്ങാൻ പറ്റൂ. വെറുതെ വാശി പിടിച്ചിരുന്നു, ഈഗോ ക്ലാഷ്. എത്ര പേരാണ് അങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത്? ഞാൻ വലുത്, ഞാൻ പറയുന്നിടത്ത് നിൽക്കണം കാര്യങ്ങൾ, എൻ്റെ അടിമയായി മറ്റുള്ളവർ ജീവിക്കണം. പാർട്ട്ണറോടായാലും നിങ്ങൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവണം. രണ്ടുപേരും കൂടി ആലോചിച്ച് സംസാരിക്കണം, കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് നടത്തിക്കൊണ്ട് വേണം മുന്നോട്ടൊരു ജീവിതത്തിലേക്ക് പോകാൻ. അവിടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാവണം. ജീവിതം കുറച്ച് സാക്രിഫൈസിലൂടെ മുന്നോട്ട് വന്നാൽ മാത്രമേ അവിടെ സന്തോഷം ലഭിക്കൂ. ഒന്ന് നേടാൻ വേണ്ടി മറ്റൊന്നിനെ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. അതൊന്നും വിട്ടുകളയാതെ എല്ലാം കൂടി അടുക്കി പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ്? വരുന്ന സന്തോഷത്തെ നമ്മൾ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്വയം നമ്മളുടെ സന്തോഷത്തെ നശിപ്പിക്കുന്നു, നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു. അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവൂ എന്നാണ് ഇവിടെ പറയുന്നത്. യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ. കണ്ടില്ല, ഇവിടെ ഫുൾ മൂൺ വരുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗോൾ നേടാനുള്ള ആ ശ്രമത്തിനോട് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് നേടാനുള്ളത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നേടാൻ കഴിയും. അതിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു, നിങ്ങളുടെ നേട്ടത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അധികം താമസമില്ല, അവിചാരിതമായിട്ട് നിങ്ങൾക്ക് ആ ഒരു നേട്ടം വന്നു ചേരും എന്നാണ് പറയുന്നത്. സറണ്ടർ ടു ദ ഡിവൈൻ. ദൈവത്തിലേക്ക് സറണ്ടർ ചെയ്യൂ, ദൈവത്തിലേക്ക് കീഴടങ്ങൂ, പ്രപഞ്ചത്തിന് കീഴടങ്ങി ജീവിക്കൂ. അതാണ് പറയുന്നത്. പ്രപഞ്ചത്തിന് കീഴടങ്ങി ജീവിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കീഴടങ്ങുക എന്ന് പറയുമ്പോഴെന്താണ്? ഈഗോ അവിടെ തീർന്നു. മനസ്സിലായോ? ഈഗോ ഇല്ല അവിടെ, ഞാനെന്നൊരു ഭാവമില്ല. കീഴടങ്ങൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാനെന്നൊരു ഭാവമില്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാവമില്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാം നമുക്ക് ദൈവം തരും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് അത്യാവശ്യമുള്ള സമയത്ത് തരും, വിട്ടുതരും. അത് നമുക്കവിടെ നിന്ന് ലഭിക്കും. മനസ്സിലായി? നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ ആൾക്കാരും എന്താണ്? ഓരോ മനോഹരങ്ങളായ സോളുകളാണ്. അതാണ് വിചാരിക്കേണ്ടത്. ഓരോരുത്തരും
അപ്പോൾ പിന്നെ പരസ്പരം ഇങ്ങനെയുള്ള ഒരു വലിപ്പച്ചെറുപ്പമൊന്നും വേണ്ട എന്നുള്ളതാണ്. ഇത് നമുക്ക് എത്ര കാലം ആരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ പറ്റുമോ? പക്ഷെ ഇതൊക്കെ പറയാമെന്നല്ലാതെ ആരും അതിനെ അംഗീകരിക്കുകയില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തിന് കീഴടങ്ങൂ എന്നുള്ളതാണ് പറയുന്നത്. സറണ്ടർ ചെയ്യൂ എന്നുള്ളതാണ്. ഇവിടെ റിലീസ് യുവർ ഇന്നർ റിബൽ, ബി യുവർ സെൽഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഓൺ യൂണിവേഴ്സ്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കൂ. എങ്ങനെയാണ്? നിങ്ങളുടേതായ ഒരു ഇന്നർ റിബലിന് നിങ്ങളുടെ ഉള്ളിലൊരു പോരാളി ഉണ്ട് എങ്കിൽ, ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ തക്കതായ ഒരു പോരാളി, ഏതൊരു കാര്യത്തിലും നേട്ടം കൈവരിക്കാൻ കഴിവുള്ള ഒരു പോരാളി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അവിടെ അതിനെ റിലീസ് ചെയ്യൂ. മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലോകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സ്വയം കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ന്യൂ ഏജ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങളിലേക്ക് ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്. ഇറ്റ് ഈസ് ടൈം ടു വെൽക്കം ഇറ്റ്. അതിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങളിലേക്ക് ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്. അത് ഏതൊരു കാര്യത്തിലായാലും, നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല ഇത് അർത്ഥമാക്കേണ്ടത്. ഏതൊരു കാര്യത്തിലായാലും, ഏതൊരു സാഹചര്യമായാലും നിങ്ങളിലേക്ക് ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ പുനർവിവാഹം നോക്കിയിരിക്കുന്നവർക്കാവാം. എത്ര പ്രായമായാലും 60 വയസ്സാവാം, 70 വയസ്സാകാം. ഇതെല്ലാം കഴിഞ്ഞിട്ടും ചിലപ്പോൾ ഒരു പങ്കാളിക്ക് വേണ്ടിയുള്ള ഒരു നോക്കിയിരിപ്പുണ്ട് എങ്കിൽ, ഒരു കാത്തിരിപ്പുണ്ട് എങ്കിൽ, അത് നിങ്ങളിലേക്ക് വരാനുള്ള സമയം ആയിട്ടുണ്ട്. അത് വരും, വരാതിരിക്കില്ല. ദൈവം അത് തീരുമാനിച്ചിട്ടുണ്ട്, യൂണിവേഴ്സ് അത് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾക്ക് അതിനുള്ള കർമ്മ ഉണ്ടോ എങ്കിൽ അതിനുള്ള സമയം നിങ്ങൾക്ക് അടുത്തിരിക്കണം. മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെയോ റെക്കഗ്നൈസ് എസ്പെയർ ആസ് ആൻ ഓപ്പർച്യൂണിറ്റി, വിത്തിൻ ഇറ്റ് യു വിൽ ഫൈൻഡ് ദ ഗിഫ്റ്റ് ഓഫ് അവേക്കണിങ്. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവിടെ നിരാശ വരാം. കണ്ടില്ലേ, ഈ നിരാശ വരിക എന്ന് പറയുമ്പോഴെന്താണ്? ഇതിൽ നിന്നുമാണ് അവസരങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ നിരാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്ന കാലം, ഒരുപാട് കാലം അങ്ങനെ ദുഃഖിച്ചിരിക്കണമെന്നാണോ പറയുന്നത്? അല്ല. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ആ ദുഃഖത്തിൽ നിന്നും നിങ്ങൾ എന്താണ്? സുഖം കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോൾ ഈ ഒരു ദുഃഖം എന്ന് പറയുന്നത് എന്താണ്? അവസരത്തിലേക്കുള്ള പോക്കാണിത്. അപ്പോൾ നിരാശ വരണം, മനസ്സിലായി? എല്ലാവരുടെയും ജീവിതത്തിൽ എന്താണ്? ദുഃഖം വരണം. എന്നാൽ മാത്രമേ സുഖത്തിലേക്ക് നിങ്ങൾ പോകാൻ ശ്രമിക്കുകയുള്ളൂ. മനസ്സിലായി? എന്ന് സുഖത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെതായ ആ ഒരു ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിവ് കാണില്ല. ദുഃഖം അനുഭവിക്കണം, എന്നാൽ മാത്രമേ സുഖത്തിലേക്ക് നീങ്ങണം എന്നുള്ള ചിന്ത വരികയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ്? അവസരം വരികയുള്ളൂ എന്നാണ് പറയുന്നത്. മുന്നോട്ട് പോകാനുള്ള അവസരം വരണം. ജീവിതത്തെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് നീങ്ങാനുള്ള അവസരം സ്വയം കൊണ്ടുവരുന്നത് അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ദെയർ ഈസ് സംതിങ് ബെറ്റർ. നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയോ നിങ്ങൾക്ക് ബെറ്ററായി ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെ എന്താണ്? ലുക്ക് ഫോർ എ സൈൻ. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സൈൻ കാണാൻ സമയമായിട്ടുണ്ട്. ചിലപ്പോൾ തൂവലുകൾ വരാം, നിങ്ങളുടെ പക്ഷിത്തൂവലുകൾ നിങ്ങളുടെ ദേഹത്തെ ഉരസി താഴേക്ക് വീഴാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുൻപിൽ വന്ന് വീഴാം. 1111 എന്നുള്ള നമ്പർ നിങ്ങൾ കാണാം, അല്ലെങ്കിൽ സെയിം നമ്പേഴ്സ് ഒരു പാറ്റേൺ പോലെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അത് അവിചാരിതമായിട്ട് ബട്ടർഫ്ലൈസിനെ കാണാം. മനസ്സിലായി? അത് നിങ്ങളോടൊപ്പം കൂടെ വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ റെയിൻബോ കാണാം. ഇതൊക്കെ നിങ്ങൾക്ക് അവിചാരിതമായിട്ടാണ് നിങ്ങൾ പലപ്പോഴും മിക്കവാറും കണ്ടുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ അതെന്താണ്? നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിലൂടെ മുന്നോട്ട് വരുന്നു എന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ സംഭവിക്കും. ഒരു മാറ്റത്തിനുള്ള തുടക്കമായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് മാറ്റം വരുന്നു എന്നല്ല അതിനർത്ഥം. ഇതൊക്കെ കണ്ട് കുറേ കഴിയുമ്പോഴാണ് പല പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ടേക്ക് ആക്ഷൻ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാം. അതുവരെ നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണമെന്ന് ഉദ്ദേശമില്ലായിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ചില സത്യാവസ്ഥകളൊക്കെ വരുമ്പോൾ, പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള ചില കഴിവുകളൊക്കെ വരുമ്പോൾ തന്നെയും എന്താണ്? നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? അത് ഡിവൈൻ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് ഈ ഒരു സന്ദർഭം.
അപ്പോൾ ഇവിടെ എന്നിട്ടോ ദർ ഈസ് സംതിങ് ബെറ്റർ, അപ്പോഴാണ് ചില കാര്യങ്ങൾ ബെറ്ററായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ബെറ്ററായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഫയൽ കാണണം എന്നുള്ളവർക്ക് അതും കാണാം, സെക്കൻഡ് ഫയൽ കാണണം എന്നുള്ളവർക്ക് 2 ഫയലുകളും നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അടുത്തൊരു റീഡിങ്ങിലേക്ക് വരുന്നത് വരേക്കും ബൈ.